ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട വി വസന്തകുമാറിന്റെ മൃതദേഹം ജന്മനാടായ വയനാട്ടിൽ എത്തിക്കുകയാണ്. തത്സമയ സംപ്രേഷണമാണ് കാണുന്നത്. ജില്ലാ കളക്ടർ അമിത് മീണ സംസ്ഥാന സർക്കാരിന് വേണ്ടി കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് മൃതദേഹം ഏറ്റുവാങ്ങുകയാണുണ്ടായത്. കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം, സംസ്ഥാന മന്ത്രിമാർ തുടങ്ങിയവരും വിമാനത്താവളത്തിലെത്തി വസന്തകുമാറിന്റെ മൃതദേഹത്തിൽ അന്ത്യോപചാരം അർപ്പിച്ചിരുന്നു. പൊതുദർശനത്തിന് ശേഷം മൃതദേഹം ഇന്ന് സംസ്കരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭൌതിക ശരീരം സ്വവസതിയിലേക്ക് കൊണ്ടുവരുന്ന കാഴ്ചയാണ് കാണുന്നത്. നാടൊന്നാകെ അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ, അദ്ദേഹത്തെ ഒരു നോക്കു കാണാൻ വീര ജവാന് അന്ത്യോപചാരം അർപ്പിക്കാനായി അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം അടക്കമുള്ള പ്രമുഖരാണ് മൃതദേഹത്തെ അനുഗമിക്കുന്നത്. അശ്വിൻ വലത്ത് ചേരുകയാണ് വസന്തകുമാറിന്റെ വീട്ടിൽ നിന്ന്. അശ്വിൻ, അശ്വിൻ വല്ലത്ത് ചേരുകയാണ്. അശ്വിൻ, വസന്തകുമാറിന്റെ ഭൌതിക ശരീരം വീട്ടിലെത്തിച്ചിരിക്കുകയാണ്. അവിടെ എത്ര മണിവരെ പൊതുദർശനത്തിന് വയ്ക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്? അതിനുശേഷം എത്ര മണിയോടുകൂടി സംസ്കാരം നടക്കും? ദിവ്യ, കഴിഞ്ഞ ദിവസം മരിച്ച CRPF സൈനികൻ വസന്തകുമാറിന്റെ മൃതദേഹം അദ്ദേഹത്തിന്റെ ലക്കിടിയുള്ള വീട്ടിലേക്ക് എത്തിച്ച കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇവിടെ അല്പസമയം മാത്രമേ ലക്കിടിയിലെ ഈ വീട്ടിൽ ഭൌതിക ശരീരം വയ്ക്കുകയുള്ളൂ. അരമണിക്കൂറിനുള്ളിൽ തന്നെ ഇവിടെ അടുത്ത് ലക്കിടി LP സ്കൂളിൽ വസന്തകുമാർ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കി ലക്കിടി LP സ്കൂളിലാണ് പൊതുദർശനത്തിന് സൗകര്യമൊരുക്കിയിട്ടുള്ളത്. അവിടെയാകും പൊതുദർശനം. ഇവിടെ ഇങ്ങോട്ടേക്ക് ഉള്ള വഴി ഇടുങ്ങിയതായതുകൊണ്ടും മറ്റ് ഗതാഗത തടസ്സങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ളതുകൊണ്ടും അവിടെയാണ് പൊതുദർശനത്തിന് സൗകര്യമൊരുക്കിയിരിക്കുന്നത്. അല്പസമയത്തിനകം ഔദ്യോഗിക ചടങ്ങുകൾക്കും കുടുംബാംഗങ്ങൾക്ക് അദ്ദേഹത്തെ കാണാനുള്ള അവസരം നൽകിയതിനു ശേഷം ഭൌതിക ശരീരം ലക്കിടി LP സ്കൂളിലേക്ക് കൊണ്ടുപോകും. അത് ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ ഉണ്ടാവും. പിന്നീട് അവിടെ ഒരു മണിക്കൂറോളം സമയം ജനങ്ങൾക്ക്, അവിടെ തടിച്ചുകൂടിയ ജനങ്ങൾക്ക്, വസന്തകുമാറിന്റെ നാട്ടുകാർക്ക് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരത്തിൽ ആദരാഞ്ജലികൾ അർപ്പിക്കാനുള്ള അവസരമായിരിക്കും. ഒരു മണിക്കൂർ സമയം ഭൗതിക ശരീരം അവിടെ സൂക്ഷിക്കും. പിന്നീട് തൃക്കൈപ്പറ്റയിലെ ഇദ്ദേഹത്തിന്റെ കുടുംബ ശ്മശാനത്തിലേക്കാണ് ഭൗതിക ശരീരം കൊണ്ടുപോകുന്നത്. അവിടെയാണ് അദ്ദേഹത്തിന്റെ അന്തിമ ചടങ്ങുകൾ നടത്തുന്നത്. വയനാട്ടിലെ ആദിവാസി ഗോത്ര വിഭാഗമായ കുറുമ വിഭാഗത്തിൽപ്പെട്ട വസന്തകുമാറിന്റെ കുടുംബ ചടങ്ങുകളെല്ലാം തന്നെ ഈ തൃക്കൈപ്പറ്റയിലെ കുടുംബ വീട്ടിലാണ് നടക്കുന്നത്. ഏതാണ്ട് 25 കിലോമീറ്ററോളം ദൂരമുണ്ട് ഇവിടെ നിന്ന് തൃക്കൈപ്പറ്റയിലേക്ക്. ഏതാണ്ട് ഇവിടെ നിന്ന് മണിക്കൂറിന് ശേഷം, ഒരു മണിക്കൂർ പൊതുദർശനത്തിന് ശേഷം, ഒരു 3/4 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം അവിടെ തൃക്കൈപ്പറ്റയിലെ കുടുംബ ശ്മശാനത്തിൽ എത്തിച്ചേരും. അവിടെയാണ് പൂർണ്ണ സൈനിക ബഹുമതികളോടുകൂടി ഈ ശവസംസ്കാര ചടങ്ങുകൾ ഉണ്ടാവുക. ഏതായാലും ഇപ്പോൾ ബന്ധുക്കൾക്ക് കാണാനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ വെച്ച് CRPFന്റെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥരെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. വസന്തകുമാറിന്റെ ഔദ്യോഗിക വസ്ത്രവും അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ മെഡലുകൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ കുടുംബത്തിന് കൈമാറുന്ന ഒരു ചടങ്ങ് കൂടെ ഇവിടെ പൂർത്തിയാക്കാനുണ്ട്. അതിനുശേഷം ബന്ധുക്കൾക്കെല്ലാം ഇവിടെ പൊതുദർശനം സ്കൂളിലായിരുന്നിട്ടുകൂടി വീട്ടിൽ നൂറുകണക്കിന് ആളുകളാണ് തടിച്ചുകൂടിയിരിക്കുന്നത്. ഇവർക്കെല്ലാം ഒരു നോക്ക് കാണുവാനുള്ള ഒരു അവസരം കൊടുത്തതിന് ശേഷം പിന്നീട് ഇവിടെ നിന്ന് മൃതദേഹം താഴെ അല്പം ഒരു 1.5 കിലോമീറ്റർ മാറിയാണ് ലക്കിടി LP സ്കൂളുള്ളത്, അങ്ങോട്ടേക്ക് കൊണ്ടുപോകും. നമുക്കറിയാം, ഫെബ്രുവരി 2-ാം തീയതിയാണ് ഏറ്റവും അവസാനം വസന്തകുമാർ നാട്ടിലെത്തിയത്. ഏതാണ്ട് ഒരാഴ്ചയോളം കാലം വസന്തകുമാർ വീട്ടിലുണ്ടായിരുന്നു. ഫെബ്രുവരി 8-ാം തീയതിയാണ് വസന്തകുമാർ മടങ്ങിപ്പോകുന്നത്. ഒരു സ്ഥാനക്കയറ്റത്തിനിടയിലുള്ള ഒരു അവധി ലഭിച്ചിട്ടാണ് വസന്തകുമാർ ലക്കിടിയിലെ ഈ വീട്ടിൽ കഴിഞ്ഞ ഫെബ്രുവരി 2 മുതൽ 8 വരെ ചെലവിട്ടത്. അവിടെ നിന്ന് 8-ാം തീയതി മടങ്ങിപ്പോയ വസന്തകുമാർ തന്റെ ആദ്യത്തെ സ്ഥാനക്കയറ്റം ലഭിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ സൈനിക ദൌത്യത്തിനിടയിലാണ് കൊല്ലപ്പെടുന്നത്. ഈ വാഹനത്തിൽ കയറുന്നതിന് ഏതാനും നിമിഷങ്ങൾക്ക് മുൻപ് വരെ കുടുംബവുമായി ബന്ധപ്പെട്ടിരുന്നു, അമ്മയുമായി സംസാരിച്ചിരുന്നു വസന്തകുമാർ. ഇപ്പോൾ ഏതായാലും ഈ നാട് അത്യന്തം ദുഃഖത്തിലാണ്. അല്പസമയത്തിനകം പൊതുദർശനത്തിന് വേണ്ടി ഇവിടെ നിന്നും ഭൗതിക ശരീരം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട വി വസന്തകുമാറിന്റെ മൃതദേഹം ജന്മനാടായ വയനാട്ടിലെ
അദ്ദേഹത്തിന്റെ വസതിയിൽ എത്തിച്ചിരിക്കുകയാണ്. അവിടെ അല്പസമയം അവിടെ കുടുംബാംഗങ്ങൾക്കും ബന്ധുക്കൾക്കും കാണാനുള്ള അവസരമൊരുക്കും. അതിനുശേഷം ലക്കിടി LP സ്കൂളിലേക്ക് പൊതുദർശനത്തിനായി കൊണ്ടുപോകും. വിശദാംശങ്ങളാണ് അശ്വിൻ വല്ലത്ത് നൽകിയത്.